മദ്യനിരോധന മേഖലയായ നിലയ്ക്കലിൽ എസ് ഐ മദ്യപിച്ച് ബഹളം വച്ചു. സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്ന MSP ക്യാമ്പിൽ നിന്നുള്ള SI പത്മകുമാറിനെ ക്യാമ്പിലേക്ക് തന്നെ മടക്കി അയച്ചു. SI വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിശദ റിപ്പോർട്ട് DGPക്ക് നൽകിയതായി നിലയ്ക്കൽ സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു. മിഥുൻ മുരളി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. മിഥുൻ, ഈ ക്യാമ്പിലേക്ക് മടക്കി അയച്ചതല്ലാതെ മറ്റ് എന്ത് നടപടിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? ദേവിക, മദ്യനിരോധന മേഖലയായ നിലയ്ക്കലിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മദ്യപിച്ച് ബഹളം വെച്ചത്. തീർത്ഥാടകർ ഉൾപ്പെടെ ഉള്ള ആളുകളുമായിട്ട് ബഹളം വയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് സംബന്ധിച്ച് പരാതി ലഭിക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിരുന്നു എന്ന ശരീര പരിശോധനയിലൂടെ തെളിയുകയും ചെയ്തു. തുടർന്ന് ക്യാമ്പിലേക്ക് തന്നെ MSP ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് ഈ SI. അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് തന്നെ മടക്കി അയച്ചിട്ടുമുണ്ട്. പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് നിലയ്ക്കൽ സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ മദ്യനിരോധന മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷമുള്ള സമയങ്ങളിൽ എക്സൈസ് ഓഫീസർ അടക്കമുള്ള ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള പരാതിയായിട്ട് തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിലയ്ക്കൽ മേഖലയിലെ ഹോട്ടൽ ജീവനക്കാരടക്കമുള്ള ആളുകൾ മദ്യപിച്ചെത്തുന്നു. മദ്യപിച്ച് സ്ഥിരം മദ്യപ സംഘത്തിന്റെ ബഹളങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും പരാതിയായി തീർത്ഥാടകർ അറിയിക്കുന്ന കാര്യമാണ്. നിലയ്ക്കലിൽ തീർത്ഥാടകർക്ക് ആഹാര ക്രമീകരണത്തിനും മറ്റ് വിശ്രമത്തിനുമൊക്കെ സങ്കേതങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. കൂടുതൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലവുമാണ്. അവിടെയാണ് ഈ മദ്യപ സംഘവും ഒപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇത്തരത്തിൽ മദ്യപിച്ചെത്തി ഈ ബഹളം വെക്കുകയും തീർത്ഥാടകർക്ക് അലോസരമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. കൂടുതൽ നടപടികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി മദ്യനിരോധന മേഖലയിൽ എവിടെ നിന്നാണ് മദ്യം ലഭിച്ചത്, മദ്യം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മദ്യങ്ങൾ കൈവശം വെച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന വേണം എന്നുള്ള ആവശ്യമാണ് വലിയ രീതിയിൽ ഉയർന്നു വരികയും ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പ്രദേശത്ത് നിലയ്ക്കലോട് ചേർന്ന അട്ടത്തോട് മേഖലകളിലുമെല്ലാം മദ്യപ സംഘം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പരാതിയും വ്യാപകമായി ഉയർന്ന പശ്ചാത്തലവുമുണ്ട്. ശരി മിഥുൻ.